പ്രൊഫസർ ശോഭീന്ദ്രൻ കാട്ടിത്തന്ന വഴിയിലൂടെ നമുക്കിനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് കവി പി കെ ഗോപി പറഞ്ഞു. പ്രൊഫസർ ശോഭീന്ദ്രൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ വരും തലമുറകളിലേക്ക് പകരാനും മറ്റും പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൌണ്ടേഷന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാറ്റിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ കാറ്റിന്റെ കുളിര് നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുപോലെയായിരുന്നു മാഷ ഇതുപോലെ രൂപമായി വന്ന് ഞാനിവിടെ ഉണ്ടെന്ന് പറയുകയാണ്. മാഷോടും നമ്മളോടൊപ്പം തന്നെ മാഷുണ്ട്, ഓരോ നിമിഷവും മാഷുണ്ട്. ഒറ്റ കാര്യത്തിലെ മാഷിന് ഈ ലോകത്തോട് എതിർപ്പുണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിൽ കാപട്യത്തോട് മാത്രം വലിയ എതിർപ്പാണ്. അവിടെ മുഖങ്ങളോടും അവിടെ രംഗങ്ങളോടും സന്ധി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പോരാടുന്നത് ആരോഗ്യത്തിലാണ് കർക്കശമായ വാക്കുകളാണ്, ശാരീരികമായ ശക്തിയുമാണ് ഒരുപാട് പേര് ധരിച്ചിട്ടുള്ള കാലത്താണ്. ചടങ്ങിൽ ഫൌണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര, സെക്രട്ടറി സെഡ്ഡി സൽമാൻ, ശാന്തിനികേതൻ ഡയറക്ടർ ഷാജുബായ്, CP അബ്ദുറഹ്മാൻ, പ്രൊഫസർ ശോഭീന്ദ്രന്റെ മകൾ ബോധികൃഷ്ണ, KP പത്മനാഭൻ, സോമസുന്ദരൻ മേനോക്കി തുടങ്ങിയവർ സംസാരിച്ചു. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. വീട്ടില് ഉണ്ടാവാറുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും പുറത്താണ്. അപ്പോൾ അച്ഛൻ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ അച്ഛന് മനസ്സിൽ ഒരുപാട് പദ്ധതികൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഏത് പ്രായത്തിലും ഇനിയും പുതിയത് ചെയ്യണം, അങ്ങനെ ഒരു എൻതൂസിയാസം ഉള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ചെറുപ്പക്കാരിൽ പോലും ഇല്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയുള്ള കാര്യമാണെങ്കിൽ ഒരു കാര്യം നമുക്കൊരു ഹെൽപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരും എന്ന് നമുക്ക് ഉറപ്പുള്ളവരോടാണ് നമ്മൾ ചോദിക്കാം. എത്ര യങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അച്ഛനോടാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഓക്കെയാണ്. എറണാകുളം തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായ അനവധ്യായൻ ലക്ഷ്മിയാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. ജൂൺ 5-ന് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പ്രഖ്യാപനത്തോടെ ഫൌണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് ഒരാഴ്ചക്കാലം വിവിധ പരിപാടികളോടെ ശോഭീന്ദ്രവാരം ആചരിക്കും. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ